നമസ്കാരം. തുടക്കം തന്നെ ഒരു കാര്യം പറയാം. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതായത് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് ഈ ഒരു സിനിമ അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഒരു സിനിമ കണ്ടിട്ട് അത് അത്രയ്ക്ക് മോശമാണ് എന്ന് പറയണമെങ്കിൽ അത് ഒരു തരത്തിലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാറ്റഗറി സിനിമയായിരിക്കണം, അല്ലെങ്കിൽ തല്ലിപ്പൊളി കച്ചറ സിനിമയായിരിക്കണം, ഒരു തരത്തിലും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മളെ ഇമോഷണലി ഇന്നാക്കാൻ പറ്റാത്തൊരു സിനിമയായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം തങ്കമണി എന്ന് പറയുന്ന സിനിമ ആ കാറ്റഗറി ഓഫ് ഫിലിംസിൽ പെടുന്നതാണ് എന്ന് ഞാനെന്ന പ്രേക്ഷകന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ മോശമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം. മോശമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരു ഗംഭീര സിനിമയാണ് എന്ന അർത്ഥമില്ല കേട്ടോ. ഒരിക്കലും ഇതൊരു ഗംഭീര സിനിമയൊന്നും അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയൂല്ല. എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് അനുഭവമാണ് തന്നത്. ആവറേജ് അനുഭവം, ഒരു ആവറേജ് ഫിലിമായിട്ടൊക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം, വളരെ മാന്യമായിട്ട് എന്ന് തോന്നുന്നു. എന്തുകൊണ്ട് എനിക്ക് ഇതൊരു ആവറേജ് സിനിമയായിട്ട് തോന്നി, എന്തുകൊണ്ട് ഇതൊരു മോശം സിനിമയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറയാം. നിങ്ങൾക്കറിയാലോ, ഇത് 1986 നടന്നൊരു യഥാർത്ഥ സംഭവമാണ്. അപ്പോൾ അതൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് യെസ്, തങ്കമണി സംഭവമൊക്കെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളും കൂടിയിട്ട് കാര്യമായി തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിക്ഷണലായിട്ട് കാണിച്ച കുറേ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് ഇതൊരു ആവറേജ് ഫിലിമിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് തോന്നാൻ കാരണം. പിന്നെ മോശമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തങ്കമണി സംഭവം ഉണ്ടല്ലോ, ഈ തങ്കമണി സംഭവം ഇതിൻ്റെ അകത്തേക്ക് കാണിച്ചത്, അതായത് ഈ പോലീസുകാരുടെയൊക്കെ ഒരു ആക്രമണം, അവർ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ആക്രമണം, അത് ഭീകരമായിരുന്നു. അത് ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുമുണ്ട്. ആളുകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ, ഒരു മനസാക്ഷി ഇല്ലാണ്ട് ആളുകളെ വീട് കയറി ആക്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിയമപാലകരൊക്കെ അത്തരത്തിലൊക്കെ ഇറങ്ങിത്തിരിച്ച് ഉപദ്രവിക്കുന്നൊരു ലെവലിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, വല്ലാതെ നിസ്സഹായരാകും. അപ്പം ആ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കാണിച്ചിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഇപ്പോൾ ദിലീപ് ഏട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കുന്നൊരു സീനുണ്ട്. അതിൻ്റെ അകത്ത് അവരുടെ അമ്മേനെ ആദ്യം കയറി ചവിട്ടും. പിന്നെ ദിലീപ് ഏട്ടൻ്റെ വൈഫ് നീത നായർ, അവരുടെ പേര് നീതു പിള്ളൈ സംതിങ് എന്താണ് പേര്, അവരെ കയറിയിട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ദിലീപ് ഏട്ടനെ കയറി തല്ലുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തല്ലു കൊള്ളുന്ന സമയത്തുള്ള ദിലീപ് ഏട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, പുള്ളിയുടെ വൈഫിനെ ഉപദ്രവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്തുള്ള ഇമോഷണൽ രംഗങ്ങളാണെന്നുണ്ടെങ്കിലും പുള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി കരയുന്ന സീനാണ് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. പുള്ളി അത് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു വേറെ രീതിയിലാണ് പോണത്, അല്ലെങ്കിൽ കുറച്ച് നോർമൽ രീതിയിലൊക്കെയാണ് ആക്ച്വലി പോകുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഫസ്റ്റ് ഹാഫിൽ തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടിയും എൻഗേജിങ് ആയിട്ട് തോന്നി. അതായത് ഫിക്ഷണലായിട്ടുള്ള കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ പോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാനും, അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ഫീലും പരിപാടികളൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ അത്യാവശ്യം ഓക്കെ ആണ്. ലൈക്ക് നമ്മളിതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഒരു സീരിയൽ ലെവൽ സാധനം, അല്ലെങ്കിൽ ഒരു തരത്തിലും ഇത് വർക്കാവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല, പടുകച്ചറിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തോന്നിയൊരു അനുഭവമായിട്ടൊന്നും എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഫിലിം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നമുക്കിതിനെ പെടുത്താൻ വേണ്ടി പറ്റും. മോശം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇതൊരു ആവറേജ് കാറ്റഗറിയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് തോന്നുന്നത്.
അപ്പോൾ ഈ ദിലീപേട്ടൻ്റെയും പിന്നെ ആ ഒരു നായികയുടെയും ആ ഒരു കോമ്പിനേഷനൊക്കെ രസമായിരുന്നു. ലൈക്ക് അവർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അവർ തമ്മിലുള്ളൊരു എഫെക്ഷനും കാര്യങ്ങളൊക്കെ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് നല്ലൊരു കോംബോ ആണ്. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കോംബോ ഇതിൻ്റെ അകത്ത് വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ചെയ്തവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ എന്താണ്, യോ അയ്യോ മറ്റേ പുള്ളിയുടെ കണ്ണൂർ സ്ക്വാഡിലെ ചങ്ങായി ഉണ്ടല്ലോ, പുള്ളിയുടെ പേര് ഞാൻ അസീസൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ റോളൊക്കെയാണ് പുള്ളി ആ കൊടുത്ത സാധനം നന്നായി ചെയ്തിട്ടുണ്ട്. സുദേവ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, പുള്ളിക്ക് കൊടുത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ വൈഫായിട്ട് ചെയ്തവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അമ്മയുടെ ചെയ്തവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനൊന്നും അവരുടെ അമ്മയ്ക്കില്ല, പക്ഷേ അവരും കൊടുത്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിതിൽ പോലീസായിട്ട് വരുന്നൊരു ലേഡി ഉണ്ട്. അവരുടെ അഭിനയം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ ഡബ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അവർ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു. ലൈക്ക് അയ്യോ എന്നൊരു ഫീല്. ലൈക്ക് എനിക്കറിയില്ല, അത് ഞാൻ മോശമായിട്ട് അവരെ താഴ്ത്തി കെട്ടി പറയണമല്ല കേട്ടോ. അവരുടെ പെർഫോമൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരുടെ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ അതിൻ്റെ ഡബ്ബിങ് ഓർ സംതിങ് ആണെന്ന് പറയാൻ തോന്നണം. അത് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മനോജ് കെ ജയൻ പുള്ളി എന്താണ് കാറിലൊക്കെ വന്ന് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു പേടിയൊക്കെ ആക്ച്വലി തോന്നും. അപ്പോൾ പുള്ളിയും അത്യാവശ്യം നല്ല പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൊടുത്ത പരിപാടികളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം. എനിക്കിതൊരു തല്ലിപ്പൊളി കച്ചറ സിനിമയായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അങ്ങനെ പറയാനും തോന്നണില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുക എൻ്റെ അടുത്ത്, നീ പണം വാങ്ങിയിട്ടല്ലേ നീ ഈ റിവ്യൂ ചെയ്തതെന്നൊക്കെ. വിവരമുള്ളവനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഈ ചാനലിൻ്റെ സബ്ബും പിന്നെ വ്യൂവർഷിപ്പ് കൗണ്ടും ഒക്കെ വെച്ചിട്ട് വിവരമുള്ളവരാരും എനിക്ക് കൊണ്ടുവന്ന് കാശ് തന്നിട്ട് എന്താണ് നീ പോസിറ്റീവ് പറയുന്നൊന്നും ആരും പറയാൻ വേണ്ടി പോകണില്ല. വിവരം കെട്ടവരാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് കാശ് തരും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ വിവരമുള്ളവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കാശ് തരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, ഇതൊരു ഗംഭീര സിനിമയൊന്നുമല്ല, പക്ഷെ ഒരു ആവറേജ് സിനിമ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ പോയി കണ്ടു നോക്കിടൂ. അതായത് ഇതെന്താണെന്നറിയോ, ജെനുവിൻലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റിലൂടെയും വീഡിയോയിലൂടെ ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. അത് അവനവൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഈ ദിലീപ് എന്ന് പറയുന്ന ആളോട് ഒരു വിരോധം, അതായത് പുള്ളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ള പോലെ തന്നെ പുള്ളിയോട് വിരോധമുള്ള കുറേ ആളുകൾ ആക്ച്വലി ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയ്ക്കകത്ത് പുള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പോസ്റ്റ് വന്നാലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പുള്ളിയോട് പലർക്കും ഭയങ്കര വെറുപ്പും വിരോധവും ഉണ്ടെന്ന്. അപ്പം ആ ഒരു വിരോധം കാരണം ആ ഒരു സിനിമേനെ മോശം എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജെനുവിനിലി ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു വെറുപ്പും വിരോധവും വെച്ചിട്ട് വെറുതെ ദിലീപിനെ തെറി വിളിക്കാനും ദിലീപിൻ്റെ സിനിമകളെ തെറി വിളിക്കാനും ഒക്കെ നിൽക്കുന്നത് വളരെ വൃത്തികെട്ടൊരു പ്രവണതയാണ്. അത് തെറ്റാണ്. പിന്നെ പലരും പുള്ളിയുടെ യഥാർത്ഥ ജീവിതത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് പുള്ളിയോട് വിരോധം കാണിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് വെച്ച് നമ്മൾ പുള്ളീനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല. ജഡ്ജ് ചെയ്യുന്നത് ശരിയുമല്ല. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അയാളുടെ സിനിമകളെ ജഡ്ജ് ചെയ്തിട്ട് സിനിമയും അയാളുടെ യഥാർത്ഥ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു വിരോധം കാണിക്കുന്നതിൽ ഒരു ലോജിക്കും ഇല്ല, അല്ലെങ്കിൽ ഒരു അർത്ഥവും ഇല്ല. ബിക്കോസ് സിനിമ വേറെ ജീവിതം വേറെ, രണ്ടിനെ രണ്ട് രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ടോക്സിക് ആയിട്ട് പോകും, അല്ലെങ്കിൽ നമ്മളൊരു വെറും വൃത്തികെട്ടവനായി മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും പറയണു, ജെനുവിനായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെ അല്ല കേട്ടോ ഞാൻ പറയണത്. ജെനുവിൻലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അയാളുടെ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ട് ഒരിക്കലും ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇയാളുടെ പടം ആര് കാണാൻ വേണ്ടി പോയത്, അല്ലിപ്പൊളി പടം അല്ലെങ്കിൽ കച്ചറ പടം, ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം തങ്കമണി, അപ്പോൾ ഇത് ഈ പടം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കഥ അറിയാവുന്ന ആൾക്കാരോടാണ് പറയുന്നത്. തങ്കമണി യഥാർത്ഥ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുള്ള കഥ കൃത്യമായിട്ട് അറിയുന്ന ആളുകളോടാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി റിയൽ ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കണത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് ചെല്ലണ്ട. അങ്ങനെയല്ല. ഫിക്ഷണലായിട്ടും കൂടി ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്ഷണലായിട്ടുണ്ട്. സിനിമ എന്നുള്ള രീതിയിൽ ഫിക്ഷൻ കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സാധനം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു സിനിമയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ പോയി കാണുക, സമയമില്ലെങ്കിൽ പോയി കാണണ്ട. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളാണല്ലോ. സോ
ബൈ ബൈ.